ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള കേരള പഴമ എന്ന കൃതി രചിച്ചത് ആര്? ഹർമൻ ഗുണ്ടാർട്ട്. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള കേരള പഴമ എന്ന കൃതി രചിച്ചത് ആര്? ഹർമൻ ഗുണ്ടാർട്ട്. എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്. എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. പാത്തുമ്മയുടെ ആട് എന്ന നോവലിൻ്റെ രചയിതാവ് വൈക്കം മുഹമ്മദ് ബഷീർ. പാത്തുമ്മയുടെ ആട് എന്ന നോവലിൻ്റെ രചയിതാവ് വൈക്കം മുഹമ്മദ് ബഷീർ. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ജി ശങ്കരക്കുറുപ്പ്. മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഓടക്കുഴൽ. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഓടക്കുഴൽ. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ഇത് ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷ്. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ഇത് ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് എം കെ മേനോൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? എം കെ മേനോൻ.